ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് സീരീസിലെ എപ്പിസോഡ് 2 നേരത്തെ നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ചെയ്തിരുന്നു. അപ്പം ഇത് ഇന്ന് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മറ്റ് ചാപ്റ്റേഴ്സ് ചെയ്യുവാനാണ് നമ്മുടെ തീരുമാനം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒക്കെയാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം വ്യൂസ് വന്നു കഴിഞ്ഞാൽ, വ്യൂസ് ഉണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ അതിനകത്ത് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചാർജസ് ആൻഡ് ഫീൽഡ് കണ്ടിട്ടില്ലെങ്കിൽ അതൊരു 4 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനുകളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവസാനം പറഞ്ഞ ടോർക്കും പൊട്ടൻഷ്യൽ എനർജി കൂടി നിങ്ങൾ അതിനകത്ത് പഠിക്കണം. അപ്പം ഇതിനകത്ത് ഇന്ന് നമ്മൾ പൊട്ടൻഷ്യലിലോട്ട് പോകുമ്പം ഞാൻ ഇതിനകത്ത് പറയും ഇതാണ് 5 സ്റ്റാർ എന്ന്. കണ്ടോ, ഇത് 5 സ്റ്റാർ കാറ്റഗറിയാണ്. വളരെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട ഏറ്റവും അധികം ചോദിച്ച ഒരു കാറ്റഗറി ക്വസ്റ്റൻ ആണ്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസും അതിനെ ഒരു ഡോ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്, അത് പോയിന്റ് ചാർജ്, ലൈൻ ചാർജ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ വരാം അതിനകത്ത്. മനസ്സിലായില്ലേ? അപ്പം അതെന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരാം. അപ്പോൾ ഇത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ക്ലാസ്സുമായിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചായക്കടയിലെ കാക്കാക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ കോഡുകളും ട്രിക്കുകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കാറ്. ഫോർ എക്സാമ്പിൾ, അതിന് ഞാൻ എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാവും. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ഡെറിവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളതിൻ്റെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് മനസ്സിൽ വെക്കാനുള്ള ഒരു കോഡ് കൂടി അത് പറയും. മനസ്സിലായില്ല? അപ്പോൾ നോക്കൂ നിങ്ങൾ, 2θ എന്താ? 2θ 2 പ്രാവശ്യം തിന്നു കഴിഞ്ഞാൽ തീറ്റ 2 പ്രാവശ്യം തീറ്റ എടുത്തു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ആർക്ക്? ഫഹദ് പീക്ക്. ഇനി 1 പ്രാവശ്യം തിന്നു കഴിഞ്ഞാൽ തീറ്റ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ആർക്ക്? നോ പ്രോബ്ലം, ചാൾസ് പീക്ക്. അപ്പോൾ അതിൻ്റെ ലെറ്റർ, ഫസ്റ്റത്തെ ലെറ്റർ. ഇനി 2 പേരും കൂടി ഇത് ഡിവൈഡ് ചെയ്യുക. ഇതിനെ നമ്മൾ 1 എന്ന് കൊടുക്കുക, ഇതിനെ 2 എന്ന് കൊടുക്കുക. 2 ആളുകൂടി 1/2. അപ്പോൾ 2 ആളുകൂടി എന്ത് ചെയ്തു? 2 രൂപ കൊടുത്തു. ആർക്ക്? റാഫിക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിലേഷൻ. കണ്ടില്ലേ? ഇതുകൊണ്ടാണ് അഡപടലം പൊട്ടിയവർ വരെ നമ്മൾ എന്താക്കിയത്, 30ലോട്ടും 40ലോട്ടും ഒക്കെ എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. വളരെ പെട്ടെന്ന് നമ്മൾ ആ കോൺസെപ്റ്റ് വിട്ടൊരു കളിയില്ല, അത് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ്. ഓർഗാനിക്കൊക്കെ നമ്മൾ അതിനകത്ത് കോഡുണ്ടെന്നേ. ഓർഗാനിക്കിനൊക്കെ നിങ്ങൾ നോക്കൂ, റസ്നാറിനാസിനെ റസ്ന ഞാൻ തന്നെയാണ് റിനാസ് എന്ന് ഫിംഗൽസ്റ്റീൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് റസ്ന റിനാസിനോട് പറഞ്ഞതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് മൈൻഡിലോട്ട് വരും. കണ്ടോ, ഞാൻ തന്നെയാണ് റിനാസ്. അപ്പോൾ റിനാസ് റസ്നയോട് ഫിംഗൽസ്റ്റീൻ ഓഡിറ്റോറിയത്തിൽ ഇവിടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന് ആളുകളൊക്കെ കൂടിയിട്ടുണ്ടെന്നേ. അപ്പോൾ റസ്ന റിനാസിനോട് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓർഗാനിക്കൊക്കെ. നിങ്ങൾക്ക് പെട്ടെന്ന് അതൊന്നും പിന്നെ മറന്നു പോകില്ലാന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാച്ച് അതിനകത്ത് ഇനിയും ജോയിൻ ആകാൻ അവസരമുണ്ട്. വളരെ ആർക്കും അഫോർഡബിൾ ആകുന്ന ഫീസ് കാര്യങ്ങളൊക്കെയാണ്. വെബ്സൈറ്റിൽ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അപ്പോൾ അതിനകത്ത് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 7736 70 45. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സാപ്പിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഉണ്ട്, അതുവഴി എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം എന്തായാലും അതിലോട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് അഡപടലം പൊട്ടിയവർ വരെ ഞാൻ നമ്മുടെ റിസൾട്ടൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട്. 8 മാർക്ക്, 5 മാർക്ക്, 6 സാറേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സാക്കണം എന്ന് വന്നവരെ പോലും നമ്മൾ 30ലോട്ടും 40ലോട്ടും ഒക്കെ എത്തിച്ച കേസുകൾ. അപ്പം ഇതിനകത്ത് ഇനി നമ്മൾ ഇതിലോട്ട് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഇക്വ പൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ആൻസർ അടക്കം ഇവിടെ എഴുതിയിട്ടുണ്ട്, സംഗതികളെല്ലാം. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വ പൊട്ടൻഷ്യൽ സർഫസ് നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം. 2 ഇക്വ പൊട്ടൻഷ്യൽ സർഫസുകൾ നെവർ ഇൻ്റർസെക്റ്റ്, അതിൻ്റെ പോയിന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനർജി എന്താണെന്ന് ചോദിക്കാം. ജൂള്, കൂളുംബ് വോൾട്ടാണ്. മനസ്സിലായില്ലേ? കൂളുംബ് വോൾട്ടാണ്. പിന്നെ കപ്പാസിറ്റേഴ്സുടെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റേഴ്സും ജസ്റ്റ് അങ്ങോട്ട് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂട്ടുക. ഇനി ഓരോ കപ്പാസിറ്ററിലും ചാർജ് ചോദിച്ചാൽ എന്ത് ചെയ്യുക, ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനെ ഇവിടെ വോൾട്ടേജ് കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിച്ചാൽ മതി. Q = C/V. അപ്പോൾ സീരി പാരലൽ ആകുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12 കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഡ്രോ ഇക്വ പൊട്ടൻഷ്യൽ സർഫസ് പോയിന്റ് ചാർജ് വരച്ചിട്ടുണ്ട്. പിന്നെ ഒപ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ഇതിനൊക്കെ കോഡാണ്. കണ്ടോ, സഗാവിൻ്റെ വീട്ടിൽ പോയ സഈദ് എബ്സാദ് എന്നൊക്കെ പറഞ്ഞ കിഡിലൻ കോഡുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, എബ്സാദ് എന്ന് വന്നത് അവസാനത്തെ കോഡ്. സഗാവിൻ്റെ വീട്ടിൽ, സഗാവിൻ്റെ വീട്ടിൽ പോയ ആരാണ്? സഈദ്. കണ്ടില്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ അങ്ങനെ കോഡുകൾ വെച്ചിട്ടാണ് പഠിപ്പിക്കാറ്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതൊക്കെ എന്ത് ചെയ്യും, ഓർമ്മയിൽ നിൽക്കും. അപ്പം ഇതിനകത്ത് 1 വോൾട്ട് ഈസ് ഇക്വാലന്റ് ടു. അപ്പോൾ വോൾട്ട് എന്താണ്? വോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ജൂൾ പെർ കൂളും. അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റൻ. അപ്പോൾ ഞാനിത് പറയുമ്പോഴേ ഇതിനകത്ത് 5 സ്റ്റാർ ആണ്, 3 സ്റ്റാർ ആണ്, 4 സ്റ്റാർ എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ A+ ഉള്ളവരാണെങ്കിൽ ഇത് മുഴുവൻ പഠിച്ചു പോകണം. ഒക്കെ A+ അതിനപ്പുറമൊക്കെ വേണ്ടവരാണെങ്കിൽ 5, ഇനി ഡബിൾ പാസ് അല്ലെങ്കിൽ പാസ് മാർക്കൊക്കെ വേണ്ടവരാണെങ്കിൽ ഞാൻ പറയുന്ന 5 സ്റ്റാർ 3 സ്റ്റാർ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയത് എന്തായാലും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ പഠിക്കാം.
പിന്നെ ഇതിനകത്ത് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ഇത് നിങ്ങൾക്ക് അറിയാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ വർക്കൊന്നും ചെയ്യേണ്ടെന്നേ. പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ അപ്പോൾ ഇതിനകത്ത് അത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സംഭവം ഞാൻ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒരു സർഫസ് ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ചാർജ് സെൻട്രലാകുമ്പോൾ ഇതൊക്കെ എന്താണ് ഈ എല്ലാ പോയിന്റിലും എന്താണ് പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വർക്ക് ചെയ്യേണ്ട. പിന്നെ ഇത് ചോദിക്കാം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ പാരലൽ കണക്ഷനാണ്, 2 ചോദിക്കാം അല്ലെങ്കിൽ 3 ചോദിക്കാം. അപ്പോൾ പാരലാകുമ്പോൾ നമ്മൾ പാരലാകുമ്പോൾ ക്യൂ ആണ് കൂട്ടുക, പക്കുവട പക്കു. അപ്പോൾ പാരലാകുമ്പോൾ ക്യൂ കൂട്ടുക, ക്യൂ ടോട്ടൽ ഈസിക്കൽ ടു Q1 Q2 അങ്ങനെ വെച്ചിട്ട് പിന്നെ C ടോട്ടൽ C1 + Q2. അപ്പോൾ ഇതൊക്കെ കോഡുകൾ വെച്ച് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ QV ഗ്രാഫ് ചോദിക്കാറുണ്ട്. അത് ഏരിയ നിങ്ങൾക്കറിയാം, അതിൻ്റെ എനർജിയാണ് അതിൻ്റെ താഴെ നിന്നും. പിന്നെ അതിൻ്റെ സ്ലോപ്പ് കപ്പാസിറ്റൻസ് കാര്യങ്ങൾ അറിയാം, അത് ചോദിക്കാറുണ്ട്. സ്ലോപ്പ് കൂടിയതിന് കപ്പാസിറ്റൻസ് കൂടുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എവിടെയാണ് എനർജി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തൊക്കെ. അവിടെ കപ്പാസിറ്ററിന് 2 പ്ലേറ്റ് ഇല്ല, അതിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മനസ്സിലായാലും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ഇടയിലാണ് വെക്കാന്നേ, വേറെ ഒന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കണ്ടേ, അത്ര തന്നെ. പിന്നെ എന്താ സംഭവം ഇതിനകത്ത് ഫോർ എനി ചാർജ് കോൺഫിഗറേഷൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ പറഞ്ഞില്ലേ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ വർക്ക് ചെയ്യണ്ടെന്ന്. പിന്നെ ഇതിനകത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പിന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എഴുതാനാണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 പ്ലേറ്റ് അല്ലേ, അതിൻ്റെ കപ്പാസിറ്റൻസ് എന്തിനനുസരിച്ചാണ്. ഈ പ്ലേറ്റ് വലിയൊരു പ്ലേറ്റ് ആണെങ്കിൽ നല്ല കപ്പാസിറ്റൻസ് ആണ്, കണ്ടില്ലേ, അത്ര തന്നെ. വലിയ പ്ലേറ്റ് ആണെങ്കിൽ ഭയങ്കര കപ്പാസിറ്റൻസ്, ഇനിയും ചെറിയ പ്ലേറ്റ് ആണെങ്കിൽ ചെറിയ കപ്പാസിറ്റൻസ്. അത് മാത്രമല്ല ഇത് അടുത്ത് കൊണ്ടുപോയി വെക്കണം. ഇത് ഒന്ന് ഉഗാണ്ടയിലും ഒന്ന് ടാൻസാനിയയിലും ഒന്ന് എവിടെയാ ഒന്ന് അമേരിക്ക ഒന്ന് ഉഗാണ്ടയും ഒന്ന് ടാൻസാനിയ എവിടെയെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലേറ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ വല്ല കപ്പാസിറ്റൻസും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കപ്പാസിറ്റൻസ് എന്തിനനുസരിച്ചാണ്? അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അനുസരിച്ചുമാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ചോദിച്ചത്, മനസ്സിലായില്ലേ? പിന്നെ എന്താണ് ഇതിനകത്ത് അട്ടിക്കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ സീരീസിൽ വാ എന്നാണ്, പാരലൽ ക്യൂ ആയിരുന്നു ആഡ് ചെയ്തത് പക്കു, ഇവിടെ സീരീസിൽ വാ എന്നാണ്, വി ആണ് ആഡ് ചെയ്യുക, മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ കോഡ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് സീരീസ് ആണ്, പാരലാണെങ്കിൽ നേരെ ആഡ് ചെയ്യുക C1 + C2 + C3. സീരീസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, തലതിരിച്ച് ആഡ് ചെയ്യുക. 1/C ടോട്ടൽ ഈസിക്കൽ ടു 1/C1 + 1/C2 + 1/C3. പിന്നെ ഡൈഇലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ കൂടുന്ന എനർജി എന്ത് സംഭവിക്കുന്നു കൂടി പഠിക്കട്ടെ, അതാ മോഡലിന് ചോദിച്ചത്. പിന്നെ ഇതിനകത്ത് 0 അതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. ഇതിന് എനർജി സ്റ്റോർഡ് അതിനകത്ത് അതിൻ്റെ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെച്ചോളൂ. പിന്നെ ഡെറിവേഷൻ പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, റീസെൻ്റ് അത് വന്നിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് സിലബസ് ഔട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോളൂ, പഠിച്ചോളൂ എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം ഇനിയിപ്പോൾ അതിലോട്ട് നിൽക്കേണ്ട. ഇതിനകത്ത് C1/C2 സംഭവം ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് C/3 ആണ് വരിക. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരിക, ഇങ്ങനെ പാരലാണെങ്കിൽ 3C ആണ് വരിക. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കാനാണ്, അപ്പോൾ 1:9 ആണ് വരിക. അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റൻ ആണ്, അതൊക്കെ നല്ല മാർക്ക് കിട്ടേണ്ടവർ ഇതിനകത്ത് അതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്, ചെയ്യണം. ഇനി SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഫാരഡ് എന്നറിയാം. പിന്നെ സീരീസിൽ കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക, ഡിക്രീസ് ആണ്. പാരലിൽ കണക്ട് ചെയ്താൽ കൂടുക ചെയ്യുക. പിന്നെ എനർജി സ്റ്റോർഡ് കണ്ടോ, റീസെൻറ്റും ഒക്കെ അതിനകത്ത് എനർജി സ്റ്റോർഡ് വന്നിട്ടുണ്ട്, കണ്ടില്ല? 2022 എനർജി സ്റ്റോർഡ് പണ്ടൊക്കെ സ്ഥിരമായിരുന്നു. അപ്പോൾ എനർജി സ്റ്റോർഡ് ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ എന്തായാലും പഠിച്ചോളൂ, കാരണം ന്യൂമറിക്കലും വരും, അതിൻ്റെ ഇക്വേഷൻ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, അപ്പോൾ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആട്ടോ. കപ്പാസിറ്ററുകളുടെ അതിൻ്റെ ഏരിയ തരും, അതിൻ്റെ മില്ലിമീറ്ററിലാട്ടോ ഡിസ്റ്റൻസ് തന്നത് മീറ്റർക്ക് ആക്കണേ. പിന്നെ അതിനകത്ത് ഇക്വേഷനിൽ കൊടുത്താൽ മതി. ε0 വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഒരു കപ്പാസിറ്റിയിലെ ചാർജ് കാണാൻ അതിൻ്റെ കപ്പാസിറ്റൻസ് ഇവിടെ കിട്ടിയല്ലോ, അതിനെ വോൾട്ടേജ് കൊണ്ട് അതിനകത്ത് ഗുണിച്ചാൽ മതി. ഇവിടെ നമുക്ക് വോൾട്ടേജ് ഇതിനകത്ത് 1000 വോൾട്ട് സപ്ലൈയും തന്നിട്ടുണ്ട്, കണ്ടില്ലേ? പിന്നെ ഇതിനകത്ത് നമ്മുടെ ക്ലാസ് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ആദ്യമേ പറയാം, ഇത് റിവിഷനാണ്, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്, ജസ്റ്റ് വിത്തിൻ ഒരു 1 or 2 മിനിറ്റ് കൊണ്ട്. ഇതിനകത്ത് കപ്പാസിറ്റർ എന്താണ്, എനർജി, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ε0 എന്താണ്, ഡിസ്റ്റൻസ് പകുതിയാക്കിയാൽ എന്ത് സംഭവിക്കും, ഡിസ്റ്റൻസ് ഡൈഇലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്, അത് ഗുണിച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ വർക്ക് ഇക്വിപൊട്ടൻഷ്യലൊക്കെ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. പിന്നെ ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇത് ചോദിക്കാറുണ്ട്, ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ആപ്ലിക്കേഷൻ ലെവൽ A+ ഒക്കെ വേണ്ടവർ ഈ ലെവലിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് പഠിച്ചിരിക്കണം. അതിനകത്ത് XY നിങ്ങൾക്ക് അറിയാമല്ലോ. A2 ഇവിടെ ഏരിയ ഏത് കപ്പാസിറ്ററിനാണ് പ്ലേറ്റ് ഏരിയ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുള്ളത് C2-നാണ്. C2 പ്ലേറ്റ് ഏരിയ കണ്ടില്ല, അപ്പോൾ C2 ആണ് വലുത്. അപ്പോൾ A2-നാണ്, അതായത് കപ്പാസിറ്റി ഏരിയ കൂടുതൽ രണ്ടാമത്തേനാണ്, അതായത് A2. അപ്പോൾ C2 ആണ് വലുത്. C2 വലുതാണെങ്കിൽ ഈ ഗ്രാഫ് QV ഗ്രാഫാണ്. അപ്പോൾ C2 വലുതാണെങ്കിൽ C2 ആണ് മുകളിലുണ്ടാവുക. അപ്പോൾ C1 ഏതാണ് അവിടെ ചോദിച്ചത്, പക്ഷേ C1 അപ്പോൾ Y ആയിരിക്കും, C1 Y ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പം ഇത് അതിനകത്ത് ആ രീതി. പിന്നെ ഇതിനകത്ത് നിങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ ചോദിക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കോഡ് അതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, മറ്റേ എന്താ പറയുക, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അത് പഠിച്ചു വെക്കുക. അതൊക്കെ 5 സ്റ്റാർ ആട്ടോ. ഇതിനകത്ത് 5 സ്റ്റാർ ഏതാണെന്ന് പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്, പിന്നെ സീരീസ് പാരലൽ കപ്പാസിറ്റൻസ്, പിന്നെ അതാണ് ഇതിനകത്ത് ഏറ്റവും 5 സ്റ്റാർ എന്ന് പറയുന്നത്. പിന്നെ എനർജി സ്റ്റോറിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചു വെക്കുക. പിന്നെ ഇതിനകത്ത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ചോദിക്കാം, പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് ചോദിക്കാം, പൊട്ടൻഷ്യൽ എനർജി വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് ഭയങ്കര ന്യൂമറിക്കൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് കപ്പാസിറ്ററിൻ്റെ വാല്യൂ തരും, അതിൽ വോൾട്ടേജ് തരും. അപ്പോൾ നിങ്ങൾ ചുമ്മാ ½ CV² ഗുണിച്ച് കൊടുത്താൽ കിട്ടും. പിന്നെ ഇതിനകത്ത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ചേർത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇത് പഠിച്ചോളൂ. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ. പിന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ, അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു 5 സ്റ്റാർ കാറ്റഗറി വരുന്ന, അതായത് റീസെൻ്റ് ആയിട്ട് ഇപ്പം സ്ഥിരമായിട്ട് ഇത് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളൂ. പിന്നെ ഇത് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അവിടെ ചാർജ് തരും, വാല്യൂ കണ്ടില്ലേ, എന്നിട്ട് 6 കൊടുക്കുക. അതൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ഇതും ആ ഒരു രീതി തന്നെയാണ്, വർക്കൊന്നും ചെയ്യേണ്ട. അതെന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ അതൊക്കെ അതിനകത്ത് എന്താ പറയുക, A+കാർക്ക് മനസ്സിലാവും. A+ പഠിക്കുന്ന അത്യാവശ്യം നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുന്നവർക്ക് മനസ്സിലാവും. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വർക്ക് ഡൺ എന്തിനെ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ദ പാത്ത് എന്നാണ്. നോ. പിന്നെ അതൊക്കെ അറിയാം. പിന്നെ ഇതിനകത്ത് നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ SI യൂണിറ്റ് ചോദിക്കാറുണ്ട്, ഫാരഡ്. പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ അതൊക്കെ പറഞ്ഞതാണ്. ബാക്കി ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ടൈപ്പ് 1 ആണ്. പിന്നെ ഇതും നമ്മൾ ഇതിനകത്ത് പറഞ്ഞതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ ടൈപ്പ് പെടുന്നത് തന്നെയാണ്. വായിച്ച് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. കപ്പാസിറ്റൻസ് 2 ടൈംസ് കൂടും. പിന്നെ ഇത് പാരലൽ കണക്ഷനാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് നേരത്തെ. പിന്നെ ഇത് ഒരു മെറ്റൽ സ്ഫിയർ, ഒരു സ്ഫിയറിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ അവിടെ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, 0 ആണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെയിം ആസ് ദാറ്റ് ഓഫ് ദി സർഫസ്, മനസ്സിലായില്ലേ. സർഫസിലുള്ള പോലെ തന്നെ ആയിരിക്കും എന്ത് സെൻറ്ററിലോട്ടൊക്കെ. പിന്നെ ഇതിനകത്ത് ഇത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഇതൊക്കെ അതിനകത്ത് റിപ്പീറ്റ് ക്വസ്റ്റ്യനുകളാണ്. ഇത് പഠിക്കുക. പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ ചോദിക്കാം. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഈസ് ദ പോയിന്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇതൊക്കെ ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റൻ തന്നെയാണ്. മസ്റ്റ് പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റനാണ്. ചിലപ്പം വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റനാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ കാര്യങ്ങൾ. പിന്നെ പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെയാണ്. ആകെ വ്യത്യാസം പൊട്ടൻഷ്യലിൽ Q/R² ആയിരിക്കും. ഇത് Q1 Q2 ഉണ്ടാവും എന്നുള്ള വ്യത്യാസമാണ്. ചെറിയ ഒരു ചേഞ്ച് പഠിച്ചാൽ മതി. പിന്നെ ഇത് വേണമെങ്കിൽ ചോദിക്കാം. NCERTയിലെ ഡയഗ്രമാണ്. ഇതിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഏതാണ്, പൊട്ടൻഷ്യൽ ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഇതിനകത്ത് എനർജിയുടെ സംഭവം ചോദിക്കാം. പിന്നെ ഇത് ആദ്യം ഒരു 900 പൈക്കോഫാരഡും 100 വോൾട്ടിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ എനർജി കാണാം. പിന്നെ അതിന് ഡിസ്ചാർജ് ചെയ്തിട്ട് വേറൊരു കപ്പാസിറ്ററിലൂടെ, ഇതിപ്പോൾ പാരലൽ കണക്ഷനാണ്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്താവും, 2C ആയി മാറും. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ അതിനകത്ത് ഡിഫറൻസ് വരും. ആ പൊട്ടൻഷ്യൽ കണ്ടിട്ട് ആ കോമൺ പൊട്ടൻഷ്യലിനെ പിന്നെ നമ്മുടെ ഈ ഒരു പാരലൽ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റോൺസ് കുടിച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് അതിൻ്റെ എനർജി കിട്ടുക, മനസ്സിലായില്ലേ. അപ്പോൾ അതിൻ്റെ എനർജി, ഫൈനൽ എനർജി. പിന്നെ ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു കാറ്റഗറി തന്നെയാണ് C1 C2 റേഷ്യോൻ്റെ ടൈപ്പ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ നിങ്ങൾക്കറിയാം. പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയാലും നമുക്ക് സ്ഫിയറിൻ്റെ കേസിൽ പറയാം. രണ്ടാമത്തെ ചോദ്യം, ഇലക്ട്രിക് ഫീൽഡ് 0 ആയാലും പൊട്ടൻഷ്യൽ എന്താവണമെന്നില്ല, 0 ആവണമെന്നില്ല. പിന്നെ ഡിസ്റ്റൻസ് എന്താക്കിയിട്ടുണ്ട്, പാരലൽ പ്ലേറ്റ്. ഇത് നമ്മൾ ചെയ്ത കാറ്റഗറി ടൈപ്പ് ക്വസ്റ്റൻ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയാൽ. പിന്നെ ഇതിലൊരു വ്യത്യാസം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. VQ ഗ്രാഫാണ് കേട്ടോ, QV ഗ്രാഫ് അല്ല. VQ ഗ്രാഫ് വരുമ്പോൾ 1/, സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/, കപ്പാസിറ്റൻസ് ആണ്, ഇൻവേഴ്സ് റേഷ്യോ ആണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇതൊക്കെ A+ ലെവലിൽ ക്വസ്റ്റ്യനുകളാണ് നോക്കുക. ഇതിനകത്ത് ലെസ്സർ കപ്പാസിറ്റൻസ് ആണ് ഇതിനകത്ത്. അപ്പോൾ തലതിരിയും. അപ്പോൾ സാധാരണ വരികയാണെങ്കിൽ QV ഗ്രാഫ് ആണെങ്കിൽ Bക്കായിരിക്കും കപ്പാസിറ്റൻസ് കൂടുതൽ. പക്ഷേ ഇത് VQ ഗ്രാഫ് ആയതുകൊണ്ട് ഇതിൽ Aക്കാണ് കപ്പാസിറ്റൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാക്ടിക്കൽ ലെവലിൽ അത് ഹയർ ലെവൽ ക്വസ്റ്റ്യനുകളാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾ അല്ലേ. പിന്നെ ഇതൊക്കെ പറഞ്ഞതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എല്ലാവരും ഇതിനകത്ത് പഠിച്ചു വെക്കുക. ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ തരും, മൈക്രോഫാരഡ് എന്നാണ്. പിന്നെ വോൾട്ടേജ് തരും. അപ്പോൾ എനർജി കാണാൻ ½ CV² ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ ഈ ചാർജ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 കപ്പാസിറ്റേഴ്സ് ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതും ഒരു എന്താ പറയുക, കുറച്ച് ഒരു A+ ലെവലൊക്കെ വരുന്ന ക്വസ്റ്റനാണ്. 2 മൈക്രോഫാരഡും 4 പൈക്കോഫാരഡും എന്ത് ചെയ്തു, സീരീസിൽ കണക്ട് ചെയ്തു. എന്നിട്ട് 100 വോൾട്ടേജ് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തു. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ ചാർജ് കാണണം. എന്നിട്ട് ഓരോ കപ്പാസിറ്ററിലെയും പൊട്ടൻഷ്യലാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചാർജ് കണ്ടിട്ട്, അപ്പോൾ ചാർജ് വരുമ്പോൾ സീരീസിലാവുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻറ്റു പൊട്ടൻഷ്യൽ ചെയ്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം, ചാർജ് കാണണം. ചാർജ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ Q/C1 എന്ന് വെച്ചിട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ചാർജ് കിട്ടിയല്ലോ. ചാർജ് അത് കോമൺ ആയിരിക്കും സീരീസിൽ. പിന്നെ നിങ്ങൾ V1 = Q/C1, V2 Q/C2 ചെയ്താൽ വാല്യൂ കിട്ടും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ്
ആൻഡ് എന്താണ് പെർപെൻഡിക്കുലർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒക്കെ നമ്മൾ പറയുന്നതാണ്. പിന്നെ ഈ ഒരു സംഭവം ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇത് NCERT നിങ്ങൾ ഇതിനകത്തുള്ള ഒരു സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഇതിനകത്ത് എന്താ സംഭവം എന്നറിയാം. ഇവിടെ നിങ്ങൾ ഡൈപോളിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പോൾ ഇത് ചോദിക്കാം ഇത് എന്തിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്? ഡൈപോളിൻ്റെ ആണ്. അപ്പം ഇതാണെങ്കിലും ഇത് ഐഡൻറ്റിക്കൽ ചാർജ് ആകുമ്പോൾ ഫൈനലി ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു വട്ടമാണ് വരുന്നത്. അപ്പോൾ ഇത് അതിനകത്ത് എന്താണ് ഐഡൻറ്റിക്കൽ ചാർജിൻ്റെ എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പോൾ ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഇനി ഇതുപോലെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാപ്റ്റർ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് റിവിഷൻ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടാണ്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.